കലൂരിൽ ഉമാ തോമസ് എംഎൽഎക്ക് പരിക്ക് പറ്റിയ പരിപാടിയുടെ സംഘാടകർക്കെതിരെ ഇതിനു മുൻപും പരാതി ഉണ്ടായിരുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുൻപ് കോഴിക്കോട് സ്വദേശിയായ അരുണാണ് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. അരുൺ എനിക്കൊപ്പം ഉണ്ട്. എന്താണ് പരാതി അന്ന് നൽകിയത്? ഒരാളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. എന്നാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് വളരെ മോശപ്പെട്ട രീതിയിലുള്ള അനുഭവം എനിക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇവരെ ബന്ധപ്പെട്ടു. അപ്പോൾ ബന്ധപ്പെട്ട സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നീട് അവരുടെ ഇതിൽ നിന്ന് തന്നെ ആളെ ഷോർട്ടേജ് ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ രണ്ടാമത് വീണ്ടും ഞാൻ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്ത സമയത്ത് കുറേ പേര് ലീവ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് പിന്നെ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ വിളിച്ച സമയത്ത് ഇവർ ആദ്യം എന്നോട് ചോദിച്ചു, നിങ്ങളിതിന് മുമ്പ് വിളിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ആൾ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതോടുകൂടി അവർ വളരെ മോശമായ രീതിയിലേക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? എന്തുകൊണ്ട് അങ്ങനെ അസഭ്യം പറയാനുള്ള സാഹചര്യം എന്താ? അത് അവർ പറയുന്നത് അവർക്ക് അവരുടെ മാനസികാവസ്ഥയിൽ പറ്റിപ്പോയെന്നാണ്. പിന്നീട് അവർ വിളിച്ച് സോറി പറയുകയും ചെയ്തു. ഞാൻ അന്ന് തന്നെ ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് അന്ന് തന്നെ പരാതി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഈ അസഭ്യം പറയുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് വന്നത്? അസഭ്യം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ രണ്ടാമത് വിളിച്ചു എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം പറഞ്ഞത്. ആദ്യം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, രണ്ടാമത് അവരുടെ ഇതിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി സെക്കൻഡ് കോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വീണ്ടും മോശമായ രീതിയിൽ വീണ്ടും വിളിച്ചു എന്നുള്ളതിന് മോശമായ രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്ന് തന്നെ അവരുടെ എൻ്റെ അടുത്ത് പറഞ്ഞ ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായത് നിങ്ങളുടെ ആളുകളുടെ ഭാഗത്തുനിന്ന്. അതിനുശേഷം അവരുടെ CEO എന്നെ വിളിച്ചിരുന്നു. പുള്ളി ഈ വിഷയം പരിഹരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. ഒഴിവുണ്ട്, അവരിതാക്കിക്കോളാം, വീണ്ടും പങ്കെടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ ഇവർ പറഞ്ഞ പ്രകാരമാണ് നമ്മളിതിൽ രണ്ടാമത് പങ്കെടുക്കാമെന്നുള്ളൊരിതിലേക്ക് ആകുന്നതും ഇവരുടെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കുന്നു, ഈ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് ഇവർ പിന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് UPID നമ്പർ ചോദിച്ചു. എൻ്റെ UPID ഞാൻ ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഈ UPID കൊടുത്തു കഴിഞ്ഞ് ഇവർ ഈ UPI ഇതിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് കിട്ടുന്നില്ല എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ സംശയം തോന്നി അവരോട് നിങ്ങൾ ആ സ്ക്രീൻഷോട്ടൊന്ന് അയക്കി വെച്ചപ്പോൾ ഇവർ പിന്നെ സ്ക്രീൻഷോട്ട് തരാനോ ബാക്കിയുള്ളതിനൊന്നും തയ്യാറായില്ല. അപ്പോൾ ഇവർ ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനിത് തോന്നി വീണ്ടും ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഇതേപോലെ എനിക്കറിയാവുന്ന വേറെ കുറച്ച് പേര് ഇവിടുന്ന് പോയവരുണ്ട്. അവരടുത്ത് ഞാൻ ജസ്റ്റ് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് വാങ്ങി, ഇങ്ങനെ തന്നെയാണോ, എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിരുന്നോ? അപ്പോൾ 4,500 എന്നുള്ള പേയ്മെൻറ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് 4,500 അല്ല, അവർക്ക് 3,500 വാങ്ങിയത്. അപ്പോൾ പിന്നീട് ഇതേമാതിരി പിന്നെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേണ്ട പലർക്കും ഞാൻ മെസ്സേജ് അയച്ചു. പലരോടും ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ പലരുടെ കയ്യിൽ നിന്നും പല പേയ്മെൻറ്റുകൾ അവർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരോട് തന്നെ ഇതിൻ്റെ വിശദീകരണം ചോദിച്ചു. ഞാൻ നേരിട്ട് ഇവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ പല പേയ്മെൻറ്റുകളായിട്ട് വാങ്ങാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 3,500, അല്ലാത്തവരുടെ 4,500, ഈ 2 പേയ്മെൻറ്റ് അവരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ 2,000 വാങ്ങിയവരുണ്ടെന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ന്യൂസിലും കണ്ടു പല പേയ്മെൻ്റ് ആണെന്നുള്ളത്. നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തില്ലേ? പോലീസിൽ ഞാൻ ആദ്യം പരാതി കൊടുത്തു. പാലാരിവട്ടം പോലീസിലാണ് കൊടുത്തത്. 25-ാം തീയതി ആയിരുന്നു പരാതി കൊടുത്തത്. പരാതി കൊടുത്തു കഴിഞ്ഞ് ഇവരിൽ നിന്ന് ആളുകൾ എന്നെ വിളിച്ചു. കളക്ടറും കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ഈ പരിപാടി ഇതാക്കുന്നത് അവരുടെയും കൂടെ കോപം വാങ്ങി വയ്ക്കും എന്നുള്ള രീതിക്കാണ് ഇവരെൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ ആദ്യം ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ പിന്നെ പാലാരിവട്ടം സ്റ്റേഷനിലെ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൽ നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവരെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. CA സ്ഥലത്തില്ല, മറ്റ് ഉദ്യോഗസ്ഥരുടെ പിന്നെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഓരോരോ കാരണങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം വിളിച്ച് ഈ കാര്യം അവിടെ അവതരിപ്പിച്ചു. അതുപ്രകാരം CAനെ വിളിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പരാതി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, CA കാണാൻ വേണ്ടി നിൽക്കുകയാണ്, കണ്ടു കഴിഞ്ഞാൽ അടുത്ത നടപടിയിലേക്ക് പോവും. അപ്പോൾ അത് പിന്നെ പെട്ടെന്നുണ്ടാകുന്ന നടപടിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പ്രോഗ്രാം 4 ദിവസമേ ഉള്ളൂ, ഇതിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ഏകദേശം അതിൽ ഉറപ്പായിരുന്നു. അതേപോലെ തന്നെ ഇതിലെ പ്രധാനമായിട്ടുള്ള പങ്കെടുത്ത ദിവ്യ ഉണ്ണിയുടെ അവരുടെ നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു. അവരുടെ പേരൻ്റാണ് കോൾ എടുത്തത്. അവരുടെ ശ്രദ്ധയിലും ഞാൻ ഈ കാര്യം പെടുത്തിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് എന്ത് തന്നെ വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് എൻ്റെ അടുത്ത് അവർ റെസ്പോണ്ട് ചെയ്തത്. അവർക്കിത് അറിയേണ്ട കാര്യമില്ല, ഞങ്ങളിതുമായിട്ട് ബന്ധമില്ല, നിങ്ങൾ വേണേൽ സംഘാടകരോട് സംസാരിച്ചോ എന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്നും എനിക്ക് കിട്ടിയൊരു പ്രതികരണം. ഈ പരാതി പിന്നെ കോംപ്രമൈസ് ചെയ്തു, എന്താ ചെയ്തത്? പരാതി പിന്നെ ഇവരെന്നെ വിളിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഇവരെന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. ഇവൻ്റ് ഇന്ത്യയുടെ ആളാണ് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള രീതിക്കാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഈ 12,000 ആളുകൾക്ക് ഇത് വരാൻ കാരണം ഞാനാണ്, അവരെൻ്റെ പേര് പറഞ്ഞ് ഒഴിയും എന്നുള്ള രീതിക്കൊരു സ്ഥിതിഗതി വന്നപ്പോൾ
എന്നാൽ ഈ വിഷയം ഞാൻ താൽക്കാലികമായിട്ട് ഞാനത് ഒഴിവാക്കുക എന്നുള്ള രീതിക്ക് എനിക്ക് പ്രോഗ്രാം നടത്തുന്നതിലല്ലായിരുന്നു എൻ്റെ ഇഷ്യൂ. എൻ്റെ ഇഷ്യൂ അവിടെ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു. നമ്മളതിൻ്റെ ഒരു ഭാഗം അതിലേക്ക് നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് വരും പറ്റിക്കപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് വരാൻ കാരണം. അപ്പോൾ നമ്മളതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയും ചെയ്തു, പിന്നെ എന്തിനാണ് ഇതിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നത്, ഇത്രയും ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാനത് താൽക്കാലികമായിട്ട് ഞാൻ പിൻവലിക്കുന്നത്. അവർ എന്നെ വിളിച്ച് അവർ മാപ്പ് പറഞ്ഞു, അവർക്ക് തെറ്റുപറ്റിയെന്നുള്ള അവർ സമ്മതിച്ചു, അവരത് മാപ്പ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാനത് പിൻവലിച്ചത്. സ്റ്റേജ് നിർമ്മാണത്തിൽ മാത്രമല്ല മറ്റു തലത്തിലുള്ള സംഘാടനത്തിലും വീഴ്ച പറ്റിയെന്നാണ് ഈ അരുണിൻ്റെ പരാതിയിൽ നിന്ന് മനസ്സിലാവുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ.